ദുർഘടകാലം പിന്നിട്ട് നമ്മൾ ആ സ്വപ്നത്തിന്റെ അരികിലെത്തുന്നു. അപ്രതീക്ഷിത കാലാവസ്ഥയും അതികഠിന സാഹചര്യങ്ങളും മനുഷ്യജീവന് പോലും ഭീഷണിയായപ്പോൾ അതിനെ മനക്കരുത്തോടെ നേരിട്ടു. രാജ്യത്തിന്റെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാതയായ ജനാസു തുരങ്കത്തിന്റെ നിർണായക ഘട്ടം പൂർത്തിയായപ്പോൾ ഇന്ത്യൻ റെയിൽവേ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണിത്. കശ്മീർ ലൈനിലെ കത്ര ബഹിനാൽ സെക്ഷനും ഗാരി സുംബ സ്റ്റേഷനുകൾക്കുമിടയിലുള്ള 12.75 കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാത. ജനാസു തുരങ്കം പൂർത്തിയാകുന്നതോടെ ഈ ബഹുമതി പുതിയ തുരങ്കത്തിന് ലഭിക്കും. ഹിമാലയത്തിലെ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി വിദഗ്ധർ നിരവധി ആശങ്കകൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും യാത്രാ സമയവും ചെലവും കുറച്ച് മലയോര പ്രദേശങ്ങളിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുകയാണ് ജനാസു. ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. വെറും തുരങ്ക നിർമ്മാണം എന്നതിനപ്പുറം ടണൽ ബോറിംഗ് മെഷീനിന്റെ ആദ്യ പരീക്ഷണ സൈറ്റ് കൂടിയായിരുന്നു ജനാസു. ഡിസംബറിൽ യാത്രയ്ക്ക് തയ്യാറാവുന്ന ജനാസു തുരങ്കത്തിന്റെ അവസാന അറ്റവും തുറക്കുന്ന ജോലി TBM പൂർത്തിയാക്കി. ഒറ്റവരി ബ്രോഡ് ഗേജ് പാത എന്ന പ്രത്യേകതയും ജനാസുവിനുണ്ട്. വർഷാവർഷം ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുമ്പോൾ യാത്രാ സമയം ചുരുക്കുകയാണ് ജനാസു. 2026ഓടെ ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷകൾ.